നാളെ എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ നമ്മള് വാഷർ എപ്പോഴും എടുത്ത് വെച്ച് അതില് വെക്കുമ്പോ അമ്മ എപ്പോഴാ കഴിക്കണേ? വേണ്ട. അതെന്താ അപ്പയ്ക്ക് ഉള്ളി ചേർത്തതാണോ ഇഷ്ടം, ഉള്ളി ചേർക്കാത്തതാണോ? നല്ലതിനെ നമ്മൾ നല്ലത് എന്ന് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ചൂടോടുകൂടി കാസറോളിൽ ഇട്ട് വെക്കാത്തത്. ഒത്തിരി പേരെ ചോദിക്കാറുണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങണ ഡോറിന്റെ ഇവിടെ ഇരിക്കണതോ വാട്ടർ ടാങ്ക് എന്താ ഇവിടെ വെച്ചേക്കണേന്ന്. ആദ്യത്തെ അവസാനത്തെ അതെന്നാ അങ്ങനെ പറയണേ? ഇല്ലേ, നാളെ എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായി. അപകടം ഉണ്ടാവണ കാര്യം അല്ലെങ്കിൽ തെറിക്കുന്ന ഒരു കാര്യം ഉണ്ടായത്. അരി വേവിക്കണ 6 ലിറ്ററിന്റെ പ്രഷർ കുക്കർ, സ്റ്റീലിന്റെ, അലൂമിനിയം അല്ല സ്റ്റീൽ. അലൂമിനിയത്തിൽ വേറെ കണ്ടിരുന്നതുകൊണ്ട് സ്റ്റീലിന്റെ കുക്കർ എടുത്തു. അല്ല, അലൂമിനിയത്തിന്റെ വാഷർ ലൂസായി പോയതുകൊണ്ട് സ്റ്റീലിന്റെ കുക്കർ എടുത്തേച്ച് അരി അടുപ്പത്തിട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞപ്പോ ഇല്ല, വെയിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ഇതിലെല്ലാം കഞ്ഞോളം വന്നു. കഞ്ഞോളം വന്നത് മാത്രമല്ല, ഇതിലൊക്കെ ഒഴുകണം, ഗ്യാസായിട്ടൊക്കെ ഒഴുകി. ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ കുക്കറിൽ നിന്ന് വരാറില്ല. അങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കുക്കറിനുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുവോളും. ലീക്കേജ് ഇതിലേക്ക് ഇച്ചിരിച്ച് വീഴും. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മസാലകളൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആവി പോയി കഴിയുമ്പോൾ വരും. അല്ലാതെ ഇങ്ങനെ നിലത്തേക്കൊന്നും വീണ് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ വെള്ളം കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ വാഷറിന്റെ അല്ലെങ്കിൽ അടുപ്പിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആവും. പക്ഷെ ഞാനത് ഓഫ് ചെയ്ത് വെയിറ്റ് ഒക്കെ മാറ്റി തണുത്ത് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒരു മിസ്റ്റേക്കും ഇതിൽ കാണാനില്ല. നമ്മളെ ടെക്നീഷ്യനൊന്നും അല്ലല്ലോ ഇതിന്റെ അടുപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ. ഇവിടെയും പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല. ആവി പോകുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് വെള്ളം വീഴുക, കഞ്ഞോളം വീഴുക. അപ്പൊ നോക്കിയപ്പോ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷർ ഞാനൊന്ന് ഊരി വെച്ച് അതിലിരുന്ന് അടപ്പയിലിരുന്ന വാഷർ ഊരി വെച്ച് വീണ്ടും വാഷർ അതിലേക്ക് ഫിക്സ് ചെയ്തു. അപ്പൊ വാഷർ ഇരുന്നത് എന്തോ സംതിങ് ഒരു വശത്ത് ഇങ്ങനെ ഇച്ചിരി മിക്സ് ഇങ്ങനെ ചേർന്നിരിക്കാത്തത് കൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവിടെ ഇച്ചിരി പൊങ്ങി ഒരു വശത്തിരുന്ന ലീക്കേജ് വന്നത്. വീണ്ടും അത് അങ്ങനെ വാഷർ ഒന്ന് ഊരി വെച്ച് അതേ ഇതിൽ തന്നെ പൊസിഷനിൽ വൃത്തിയായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ലീക്കേജ് ഉണ്ടായില്ല. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഉപയോഗിക്കുന്ന കുക്കറല്ല, അതിന്റെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ലീക്കേജ് ഉണ്ടായില്ല. ഇവിടെ ഇച്ചിരിച്ചൊക്കെ വീണ് കിടന്നു കഞ്ഞോളൂ, അത് സ്വാഭാവികമായിട്ട് വീഴും. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ നമ്മൾ വാഷർ എപ്പോഴും എടുത്ത് വെച്ച് അതില് വെക്കുമ്പോ അത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ വാഷർ ഊരിയില്ലായിരുന്നു അതിന്റെ. അതങ്ങനെ ഉപയോഗമുള്ള കുക്കറല്ല, വലിയ കുക്കറായതുകൊണ്ട് ഇതാ എപ്പോഴും ഉപയോഗിക്കാൻ എടുക്കണം. ചോറ് വെക്കണത് മറ്റേത്. അതന്ന് അതിന്റെ വാഷർ ലീക്ക് ആയി പോയത് കൊണ്ട്, പഴയത് ആയി പോയത് കൊണ്ട് വേറെ മേടിക്കണേ. പ്രഷർ കുക്കറിലൊക്കെ വെച്ച് പരുവ ഉപയോഗിച്ചതാ. അപ്പൊ അത് കാരണം ഇത് എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഓക്കെ, അപ്പ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇന്ന് അപ്പ കൊണ്ടുവന്നേക്കണ സാധനം ഞാൻ കാണിച്ചു തരാവേ. ഇന്ന് അപ്പയുടെ എന്തോ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്തോ ഡ്രസ്സ് കൊണ്ടുവന്നതാന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, മുണ്ടായിരിക്കും അല്ലേ? EV ജോസഫ് ചേട്ടൻ്റെ കടയിൽ നിന്നാ. തോർത്തായിരിക്കും. അതെ, ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ്, പഴം. എന്തൊരു ഫ്രൂട്ട്സ് അവിടെ ഇരിക്കണമെന്ന് അറിയോ? അത് കൊള്ളാമോ? നടക്കാൻ പോകുന്ന ഒറ്റമുണ്ട മന്ദിരത്തേക്കൊക്കെ പോണേ. 2 മീറ്ററിന്റെ 2 കോടി നിറത്തിലുള്ള കളർ ഏതാ? മറ്റേ കരയുടെ കളറ്. ഒന്ന് ബ്രൗൺ, ഒന്ന് ഓറഞ്ച്. ഓറഞ്ച് അപ്പ അങ്ങനെ മേടിക്കാൻ വഴിയില്ലാത്തതാണല്ലോ. കോടി നിറത്തിലുള്ള മുണ്ടിന് സെലക്ഷൻ കുറവാണ്, ഒറ്റമുണ്ടിന്. അതുകൊണ്ടാണ് ആ ഓറഞ്ച് കളർ മേടിച്ചത്. അത് ലോക്കലാണ്, തേക്കൊന്നുമില്ല. കഴുകി വെച്ച് പച്ചമുക്കിയിടും, നടക്കാൻ പോകും, പിന്നെ തല്ലിയിടും, പച്ചമുക്കിടുന്നേ. ഓർഡിനറി, അത് ശരി. തേക്കലൊന്നും ഇല്ല. വൈറ്റ് കളർ ഒറ്റമുണ്ട അപ്പൊ ഉടുക്കൂലേ? വൈറ്റ് അല്ല, പൊടി. വൈറ്റ് കളർ ഒരു ദിവസം ഉടുത്താൽ പിറ്റേ ദിവസത്തേക്ക് ചൗണ്ടിരിക്കും. ഊഹിക്കാലോ. അത് പൊടി നിറാകുമ്പോ കുറച്ചുകൂടെ തെളിഞ്ഞിരിക്കും, പെട്ടെന്ന് ചൗളൂല. നടക്കാൻ പോകുമ്പോ വേർപ്പടങ്ങണല്ലേ. ഒരു കോഫി ബ്രൗൺ ആണല്ലേ ഇത്? അത് പീച്ച്. പീച്ച് കളർ. ഓറഞ്ച് അല്ല, ഇത് പീച്ചാണ്. മറിച്ചാണിച്ച് മറുവശം അങ്ങനെ. പീച്ച് കളറാ. നല്ലതാ. പിന്നെ 2 തോർത്താണ്. തോർത്തും കാണിക്കാം. കടയിൽ നിന്നാട്ടോ 3 തോർത്തെടുത്തിട്ടുള്ളത്. അതിനിപ്പോ കളറൊന്നും നോക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്?
അളവ് കറക്റ്റ് ആണോന്ന്, ഇവിടെ ഉള്ള തോർത്തിന്റെ അളവ് വെച്ച് കറക്റ്റ് ആണോന്ന് നോക്കാൻ അപ്പൊ പറയുക. അത് പിന്നെ നോക്കാം. ചോറ് എടുക്കാറായി. അപ്പൊ അളവ് എഴുതിക്കൊണ്ടാ പോയത്. ഞാൻ ആ തോർത്ത് കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. അപ്പക്ക് കറക്റ്റ് ആയിരിക്കണം അളവ്. അപ്പൊ മേടിച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല. ആ ഇതിൽ കൂടുതൽ നീളം പിന്നെ എന്ത് വേണം? അപ്പൊ നമുക്ക് ചുമന്നുള്ളി ജീരകം ചേർത്ത് അരച്ച മാവ് നൊരഞ്ഞു പൊങ്ങിയിരിക്കണം. കള്ളപ്പ, കുട്ടിക്കള്ളപ്പാട്ടോ, കുട്ടിക്കള്ളപ്പ. അപ്പയുടെ അഭിപ്രായം ചോദിക്കാൻ എന്നിട്ട് ഇനി മൂടട്ടെ. മുടിക്കോ? അല്ല, ഹോൾസ് വരട്ടെ എന്നിട്ട് മൂടാം. മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാ അപ്പം മറച്ചിടണ്ട കേട്ടോ, വെന്തോളം. അപ്പയ്ക്കുള്ള സെക്കൻഡ് അപ്പം. ഫസ്റ്റ് അപ്പം അവിടെ റെഡി ആയിട്ടോ. നീ പറഞ്ഞാൽ ഇത് ശരിക്കും രണ്ടപ്പം കഴിച്ചാ മതി. അമ്മ എപ്പോഴാ കഴിക്കണേ? വേണ്ട, അതെന്താ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അമ്മയ്ക്ക് ഉള്ളി ചേർക്കണ ഇഷ്ടല്ല കേട്ടോ, അതാണ്. ഇത് അപ്പയോട് പറയണം പുറഭാഗവും കാണിക്കണം കേട്ടോ, എങ്ങനെ ഇരിക്കണെന്നുള്ളത്. അകവും പുറവും കരിഞ്ഞിട്ടുണ്ടോ വങ്ങിയിട്ടുണ്ടോ. നമ്മൾ സിമ്മിലിട്ട് വേവിക്കുമ്പോ ഒട്ടും മൊരിയൂല, കരിയൂല, നന്നായിട്ട് വെന്തും കിട്ടും. അപ്പൊ അതെ കറി കാണിച്ചു തരാം ഞാന്. ഇതാണ് നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ. അപ്പൊ കൂടുതലുണ്ട്, പക്ഷെ അപ്പക്ക് രണ്ട് മതിയെന്ന രണ്ടെണ്ണം പറയും. പക്ഷെ ഒരെണ്ണം കൂടെ തന്നെ. അതെന്തായാലും പറയും കേട്ടോ. പിടിച്ചോ. നമുക്കിനി ഇങ്ങോട്ട് പോവാം. അപ്പ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഡിഷ് ഉള്ളിയുടെ രുചി തോന്നിയോ? അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. എന്തിനാ ഉള്ളി ഇട്ടത്? ട്രഡീഷണൽ രീതിയിലുള്ള കള്ളപ്പത്തിൽ ഉള്ളി ചേർക്കും. ഉള്ളിയും ജീരകവും. ഉള്ളിയുടെയും ജീരകത്തിന്റെയും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് അപ്പത്തിൽ നല്ല ബ്ലെൻഡായി വന്നില്ല. അതിന്റെ രുചി, അപ്പത്തിന്റെ രുചിയും ഉള്ളിയുടെ രുചിയുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതെ, അല്ല അപ്പം ആസ്വദിച്ച് വളരെ നല്ലതാണ്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. കാരണം വെജിറ്റബിൾ സ്റ്റൂ കൂടി ആയതുകൊണ്ട് നല്ല വെജിറ്റബിൾ സ്റ്റൂ ആണ്. അതും കൂടി ആയതുകൊണ്ട് നല്ല. പക്ഷെ അമ്മയ്ക്ക് ഉള്ളി ഇഷ്ടം ഇഷ്ടമല്ലാന്നാ പറഞ്ഞേ. ഒരെണ്ണം പോലും അമ്മ കഴിച്ചില്ല. ട്രഡീഷണൽ ടൈപ്പ് കള്ളപ്പാണത്. നല്ല രുചിയല്ലേ അപ്പത്തിന്? thick as well as tasty ആണ്. കറക്റ്റ് കളറാണ്. ഇത് മറിച്ചിടാത്തോണ്ടാ ഇവിടെ വൈറ്റ്നസ് വന്നത്. അതെ 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 അതെ. ഇത് അടിവശാണ്. അല്ല, മറിച്ചിടേണ്ട ആവശ്യമില്ല. കാരണം ആ വേവ് മൂടിക്കഴിഞ്ഞാൽ ആ വേവ് കറക്റ്റ്. അതെ 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 അതെ. അതുകൊണ്ട് അമ്മ പറഞ്ഞു മോളിൽ ഇങ്ങനെ ബ്രൗൺ കളറ് വരാതിരിക്കാനായിട്ടാണ് മറിച്ചിടാത്തതെന്ന്. പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കണേ. വെന്താ മതിയല്ലോ. മൂടി വെക്കണം. പിന്നെ സിമ്മിലിടുന്ന ഏറ്റവും ഇത് കുറച്ച് സിമ്മിലിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. താമസമുണ്ട്, എന്നാലും ലേസപ്പം പോലെ താമസമില്ല. ലേസപ്പത്തിനുള്ള ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭംഗിയാണ്. സെന്ററില് വൈറ്റ്നെസ്സും സൈഡിൽ മുഴുവനും ബ്രൗൺ ലേസുമായിട്ടുള്ള ഒരു കളറാണ്. അത് വളരെ ഹൃദ്യമാണ് ആ കോമ്പിനേഷൻ. അതെ 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 അതെ. അപ്പയ്ക്ക് ഉള്ളി ചേർത്തതാണോ ഇഷ്ടം, ഉള്ളി ചേർക്കാത്തതാണോ? ചേർക്കാത്തതാ എനിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നുന്നു. ആണോ? അല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉള്ളിയും വളരെ നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണല്ലോ. അമ്മയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളെന്താണ് ചൂടോടുകൂടി കാസറോളിൽ ഇട്ട് വെക്കാത്തത്? എനിക്ക് കുറെ വൃത്തികെട്ട സ്വഭാവം. കാസറോളിൽ ഇട്ട് വെച്ചാൽ മരത്തിയും കമത്തിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് അടഞ്ഞൊക്കെ ഇരിക്കും. അതിലും നല്ലത് പ്ലേറ്റിലാകുമ്പോൾ വിസ്തൃതമായിട്ട് ഇങ്ങനെ അകത്തി വെക്കാം. പക്ഷെ നമ്മൾ അന്നേരം ഓരോ സമയത്ത് അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണ്ടേ, ടൈം അനുസരിച്ച്? അങ്ങനെയല്ല. ഇപ്പൊ ചൂടോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ 1-2 പേരുള്ളടത്ത് അങ്ങനെ ഉണ്ടാക്കാം. അല്ലാത്തപ്പ നമ്മുടെ ആ സ്റ്റീലിന്റെ വലിയ പാത്രമൊക്കെ പരന്ന അല്ലെങ്കിൽ ട്രേയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലത്തെ പാത്രമായാലും മതി. ചുട്ടിങ്ങനെ വെച്ചാൽ പാലപ്പാന്ന് പ്ലേറ്റിൽ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയില്ല, ഒന്നുമില്ല. എന്റെ കയ്യിലൊരു മിസ്റ്റേക്ക് ആണോ എന്നാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ
ചുട്ട് കാസറോളിൽ അടുക്കി വെച്ചാൽ എന്റെ ഉള്ളിലിരിക്കുന്ന എന്നാന്ന് വെച്ചാൽ അതൊക്കെ ഒട്ടിപ്പിടിച്ച് കേടാവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഇടാറില്ല. കാസറോളിൽ ഇട്ട് വെച്ചാലും ചൂട് മെയിൻറ്റെയിൻ ചെയ്താലും എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇഡലിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വിട്ടിരിക്കും. അപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. പക്ഷെ പറയാൻ പറ്റില്ല. ഈ പാലപ്പം അപ്പം ചൂടുന്നവര് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് ഇങ്ങനെ വെച്ചേച്ചേ. വെള്ളപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ ട്രേയില് അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിലെല്ലാം ചുട്ട് അടുക്കി വെക്കുക, എന്നിട്ട് കവർ ചെയ്ത്. അല്ലാതെ അപ്പ ചൂടാൻ നമുക്ക് പറ്റൂല. ഈ മമ്മിയോടൊന്ന് ചോദിക്കാം, ഈ കാസർഗോഡ് ഇട്ട് വെച്ച എങ്ങനെയാന്ന് മമ്മി പറഞ്ഞു തരും. ഞാൻ ചോദിക്കാം മമ്മിയോട്, കാസർഗോഡ് ഇട്ട് വെച്ച എങ്ങനെയാണ്. അപ്പോ യു ഹാഡ് എ ഡെലീഷ്യസ് ഈവനിങ് സ്നാക്ക്. ആ അത് ഒരെണ്ണം നല്ല കട്ടിയുള്ളോണ്ടേ ശരിക്കും 2 കഴിച്ചാൽ മതി. അത് കട്ടിയുള്ളോണ്ടാ. വെള്ളയപ്പാണെങ്കിൽ ഇത്ര കട്ടി വരില്ല. കൂടുതലും മുസ്ലിംസിനാണ് ഈ ഇത് ഈ നൂലപ്പവും വെള്ളയപ്പവും. ഓക്കെ. ഇതന്നെ പതിവില്ലാത്ത സമയത്ത് അമ്മ മീൻ തിളപ്പിക്കാറായി. ഉച്ചക്ക് തിളപ്പിക്കണ്ടായിരുന്നു, പണികളൊക്കെ ഉള്ളതുകൊണ്ട് വിട്ടുപോയി തിളപ്പിക്കാൻ. ഇനി അത് ചൂടാറി കഴിയുമ്പോ മൂടി വെക്കും. തിള വന്നു. ഇന്നലെ വെച്ചതല്ലേ? ഇന്നലെ രാവിലെ വെച്ച. ഇന്നലെ വൈകിട്ട് കല്യാണത്തിന് പോയില്ലേ, കാരണം പിന്നെ വന്നിട്ട് ചൂടാക്കിയൊന്നുമില്ല. ഓരോ ദിവസവും അത് തിളപ്പിച്ച് വെക്കണം അല്ലേ? ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ലേ. അപ്പൊ ഓരോ ദിവസവും തിളപ്പിക്കുന്നതനുസരിച്ച് അത് കുറുകി വരും. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുമ്പോ ഇച്ചിരി നേർപ്പിച്ചുണ്ടാക്കണേ. ഇനിയിപ്പൊ അധികം ഇല്ല. അയിലാണ് ഇത്, നുറുക്കുമീനൊന്നും അല്ല. നല്ല മീനൊന്നും കിട്ടിയില്ലായിരുന്നു എന്നപ്പ. പിന്നെ ചില മീനുകൾ ഞാൻ മേടിക്കണ്ടെന്ന് പറയും, പിരാന. ഞാൻ കളിപ്പിച്ചു കിരാന. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞേ അതൊക്കെയാ ഉള്ളെങ്കിൽ അയിലേക്ക് മേടിച്ചോണ്ട് വരാം. ഒരു പ്രാവശ്യമൊക്കെ അയില ഒന്ന് കഴിച്ചു നോട്ടോ, കുഴപ്പമൊന്നുമില്ല. അയില വലിയ താല്പര്യമില്ല. പക്ഷെ ഇനിയിപ്പൊ അജിച്ചേട്ടൻ പറഞ്ഞു, സാറേ 6-ാം തീയതി കഴിഞ്ഞിട്ട് മാർക്കറ്റിട്ട് വന്നാ മതി കോൾഡ് സ്റ്റോറേജിൽ. ഈ മീൻപിടുത്തക്കാരൊക്കെ ഇങ്ങനെ ന്യൂ ഇയറും ക്രിസ്മസും ആയതുകൊണ്ട് അവരൊന്നും പോണില്ല ബോട്ടും കണ്ട്. അതുകൊണ്ട് മീൻ വരവ് കുറവാണ്. ഓക്കെ, കാപ്പി എടുത്തേട്ടോ. അപ്പൊ അമ്മയ്ക്ക് വൈകുന്നേരം കഴിക്കാൻ എന്താ ഉള്ളേ? ഒന്നും കുഴപ്പമില്ല, പലതും ഇരിപ്പുണ്ട്. ബ്രെഡൊക്കെ ഇരിപ്പുണ്ട് അവിടെ. ബ്രെഡ് വെജിറ്റബിൾ സ്റ്റൂ കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? നോക്കട്ടെ, എനിക്ക് കാപ്പി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ. പോവോ? ഇല്ല, ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. രാവിലെ തന്നെ ഒരു ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? എല്ലാവർക്കും അതെ, എനിക്കും അതെ. രാവിലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറും ഹാപ്പിയാവും, നമ്മൾ ഹാപ്പിയാവും അല്ലേ? അത്തരത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ഞാൻ കഴിക്കുന്നത് ഈവനിങ്ങിലാണ്. കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത് കാരണം ഇത് ഉണ്ടാക്കിയത് ഈവനിങ്ങിലാണ് കേട്ടോ. രാവിലെ വേറെ 1-2 കാര്യങ്ങളായിരുന്നു, അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്തു. അടിപൊളിയാണ്. ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയ കള്ളപ്പമാണിത്. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്, അത്ര ടേസ്റ്റാണ്. നല്ലതിനെ നമ്മൾ നല്ലത് എന്ന് തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. നല്ലതിനെ എന്തായാലും ഞാൻ നല്ലതെന്ന് പറയും. അത് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾക്ക് അത് കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതിനെ നല്ലത് എന്ന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാൻ പറയും. ഇന്ന സജഷൻസ് അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായമാണെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇന്ന് കഴിക്കേണ്ട ഒരു സാധനം ഇത്രയും നേരമായിട്ടും കഴിച്ചിട്ടില്ല. എന്താന്ന് മനസ്സിലായോ? ഉച്ചക്ക് കഴിക്കാനിരുന്നതാ. മനസ്സിലായി. അത് തന്നെ. ഇനിയിപ്പോ കഴിക്കാൻ പറ്റില്ല, കള്ളപ്പം കഴിച്ചില്ലേ. ഇനിയിപ്പോൾ കഴിക്കാനായിട്ടത് ഡിന്നറിന് പകരം കഴിക്കാം. ഫ്രൂട്ടല്ലേ? അതാണ് ഈ വലിയ സാധനമാ.
പാഷൻ ഫ്രൂട്ട് പറിക്കാൻ എടുത്തതാ. എടുത്തതാ. ഇപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു. ശരിക്കും ഉണങ്ങിയില്ല. തൽക്കാലം ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ ചെയ്യണേ ഇപ്പൊ? അല്ല എന്നാലും വെള്ളം കഴിഞ്ഞു കിട്ടും. ബാക്കി നാളെ വെക്കാം. നാളെ കുക്കറൊട്ടും ഉണങ്ങിയിട്ടില്ല. ഒത്തിരി പേരെ ചോദിക്കാറുണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങണ ഡോറിന്റെ ഇവിടെ ഇരിക്കുന്നത് വാട്ടർ ടാങ്ക് എന്താ ഇവിടെ വെച്ചേക്കണേന്ന്. ഇത് രണ്ടും മേടിച്ചു വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പൽ വാട്ടർ വരുമ്പോ എവിടെ ടാപ്പുണ്ട്, ഇപ്പൊ പൈപ്പ് വെള്ളം അതിലില്ല. അത് വരുമ്പോ ഓസ് ഇട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഞങ്ങൾ വെള്ളം. വേറെ ഒന്നിനുമല്ല, മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ വേനൽക്കാലത്ത് വരുമ്പോ പാടത്തിന്റെ ഓരത്തുള്ള വീടും കിണറും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് സ്വല്പം കളർ ചേഞ്ച് വരും. അപ്പൊ ആ സമയങ്ങളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 ടാങ്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു വെച്ചേക്കണത്. ഓസ് ഇങ്ങനെ അപ്പൊ കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ വർഷക്ക് കുറച്ച് വെള്ളം ഇതിൽ ഇട്ട് വെച്ചേക്കും. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതിരുന്ന ആ ടാങ്ക് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോവില്ലേ. അത് കാരണം കുറച്ച് വെള്ളം ഇതിലുണ്ടാവും എപ്പോഴും. വേനൽക്കാകുമ്പോ അത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ച് 2 നിറച്ചു വെക്കും വെള്ളം വരുമ്പോ. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കമന്റ്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ടാങ്ക് യൂസ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അമ്മ പറയുന്ന പോലെ തന്നെ ബില്ല് വരുന്നതും എനിക്ക് തോന്നുന്നത് 2 മാസത്തിലൊരിക്കലാണെന്ന് തോന്നുന്നു. അതും നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ട് എമൗണ്ടിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം ഞങ്ങൾ അതുകൊണ്ട് മേടിച്ചു വെച്ചേക്കണേ ടാങ്ക്. പിന്നെ മറ്റേ ടാങ്ക് മുകളിൽ ചുമണിയുടെ മുകളിൽ ഇരിപ്പുണ്ട്. അതിന്റെ മുകളിലുണ്ട്. അത് അങ്ങനെ എളുപ്പമൊന്നും കാണാൻ പറ്റുകയില്ല. അതേ കണ്ട. ശരി, വൈകിട്ട് 7 മണിയായിട്ടോ. അമ്മ ചെയ്യണ കണ്ടോ? അപ്പൊ പേപ്പർ വായിക്കണ സമയാണ്. വൈകിട്ട് 7 മണി. എന്ത് ചെയ്യാനാ? എന്തൊക്കെയാ നമ്മള് കുക്ക് ചെയ്തത് അറിയില്ല. ഇപ്പൊ അങ്ങനെയായോ? ഞാൻ പറയാം. കള്ളപ്പം, സ്റ്റൂവ്, അപ്പം വൈകുന്നേരം നമ്മൾ കഴിച്ചു, അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കി, പല പല കാര്യങ്ങളൊന്നും ചെയ്തു. അമ്മ ഇപ്പൊ പേപ്പർ വായനയുടെ കോൺസെൻട്രേഷനിലാണ്. ഷോർട്സ് ഒക്കെ നമ്മളിന്ന് കുറേ ചെയ്തു കേട്ടോ. അവധി കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ ഇന്നലെ ഷൂട്ട് ചെയ്ത കാരണേ ഇന്നും ഷൂട്ടിങ് വന്നപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം ഇല്ലാതെ ആയിപ്പോയി. അതെ 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 അതെ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഫുൾ ഓൺ കോൺസെൻട്രേഷനിലാണ്. പോത്തിനെ ആക്രമിച്ചത് കടുവ. ഏഹേ, വനപാലകര് പറയണ അതല്ലാന്ന്. കാട്ടില്ല. ആഹാ, കോട്ടപ്പടിയാണല്ലോ. ആണോ? വാവേലിയിൽ പട്ടാപ്പകൽ. എനിക്കിന്ന് ചോറൊന്നും വേണ്ട കേട്ടോ. ഞാനിന്ന് കഴിക്കാൻ പോണത് ദേ ഇവനാണ്. ഈ വർഷത്തെ ആദ്യത്തെ ആത്തച്ചക്കയാട്ടോ. നമുക്കിതൊന്ന് മുറിക്കാം. ആദ്യത്തെ അവസാനത്തെ. അതെന്നാ അങ്ങനെ പറയണേ? ഇല്ലേ, ഒരെണ്ണം ഇതായിട്ട് പോരാ. ഒരെണ്ണം കിടപ്പുണ്ട്, അത് ഏതാണ്ട് കടിച്ചു കിടക്കുക. അത് തിന്നാൻ കൊള്ളില്ല. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് കാക്കുകൊണ്ട് ഏതാണ്ട് കടിച്ചു തിന്നത്. ഇതൊന്ന് മുറിക്കാവോ? കൈ കൊണ്ട് മുറിച്ചാ മതി. ഇപ്പൊ താഴെ പോയനെ. അങ്ങനെയാണ് അപ്പ പറഞ്ഞത് മുറിക്കണമെന്ന്. അങ്ങനെയാ തിന്നണത് സാധാരണ. ആണോ? ഞങ്ങളെ കോട്ടപ്പടി ചെല്ലുമ്പോ അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ തിന്നണ ഇഷ്ടമല്ല. അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലും. അതിലുണ്ട്. എന്നിട്ട് എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നല്ല പിന്നെ അല്ലാന്ന് പറഞ്ഞത് കിട്ടുമോന്നറിയില്ല. സാധാരണ അങ്ങനെയാ പിളർന്നെടുക്കണം. ഇച്ചിരി കല്ലിപ്പുണ്ട് കേട്ടോ. അതേ ആ ഭാഗത്ത് ഇച്ചിരി കല്ലിപ്പുണ്ട്. ഇവിടെ ബാക്കിയുള്ളതാണ് സോഫ്റ്റ്. അവിടെ ഇച്ചിരി കല്ലിപ്പുണ്ട്. അതാ ഇന്നലെ അത് പഴുക്കാതിരുന്നപ്പോ എനിക്ക് തോന്നിയായിരുന്നു ആ ഭാഗത്ത് കല്ല് പോലെ ഉണ്ടെന്ന്. ഇപ്പത്തെ ഭാഗം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ എടുക്കാം ആദ്യം. കഴിച്ചു നോക്കാം. ഇതിന്ന് ഇച്ചിരി എടുക്കാം. എടുക്കാനും പറ്റണില്ലല്ലോ, ഫോൺ ക്യാമറ പിടിച്ചേക്കുന്നുണ്ട്. ഞാൻ എടുത്തു. കണ്ടോ? വിളഞ്ഞു പഴുത്തിട്ടുണ്ട്. പക്ഷെ ഒരു വശം കല്ല് പോലെ ഇരിക്കും. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ.
അപ്പ പറയുന്നുണ്ട് കൊണ്ടുപോകാന്ന്. ഞാൻ കൊണ്ട് ചെല്ലിട്ട് നല്ല മധുരമുണ്ട്. ഇറ്റ്സ് റിയലി യമ്മി. അത് ഒരു പാകപ്പെടും പറഞ്ഞേ കല്ല് പാകമുണ്ട്, അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളവരും കഴിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അത്താഴം ഇതും ഒരു കഷ്ണം പപ്പായയുമാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോണേ. ചോറൊന്നും ഉണ്ടെന്നില്ല, ഉച്ചയ്ക്ക് ചോറുണ്ടതാണ്. അപ്പം ഇത് അതെ കഴിച്ച് കള്ളപ്പം കഴിച്ചല്ലോ, അത് മതി. നീ ഇത് അപ്പയ്ക്ക് കൊണ്ടേ കൊടുക്കാം. അപ്പയ്ക്ക് ഇഷ്ടമാണോ ഇത്? നല്ല മധുരം. ആദ്യത്തെ അവസാനത്തെ എന്നാ പറഞ്ഞ ആത്തച്ചക്ക കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ എനിക്ക്. കാത്തിരുന്ന് അങ്ങനെ ഒരെണ്ണം കിട്ടി. സാധാരണ ഒന്നും കിട്ടാറില്ല, അപൂർവമായിട്ടൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്നായി. കിളികൾ ഇതുണ്ടല്ലോ പച്ചയായിരിക്കുമ്പോൾ തൊട്ടേ ഇതങ്ങ് ഫുള്ള് കഴിച്ചു തീർക്കും. നല്ല മധുരമല്ലേ, പുളിയൊന്നും ഇല്ലാത്ത കടും മധുരമാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ, അത് കഴിച്ചതിൻ്റെ സന്തോഷമാണ്. നല്ല സ്വീറ്റായിരുന്നു, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.